മിഥുൻ മാനുവൽ തോമസിൻ്റെ സംവിധാനത്തിൽ ജയറാം പ്രധാന വേഷത്തിലെത്തിയ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മളിന്ന് റിവേഴ്സ് ക്ലാപ്പ് റിവ്യൂവിൽ ചർച്ച ചെയ്യുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വലിയ പ്രതീക്ഷയോടെയാണ് സിനിമ പുറത്തിറങ്ങിയിട്ടുള്ളത്. അഞ്ചാം പാതിര എന്ന സിനിമയ്ക്ക് ശേഷം മിഥുൻ മാനുവൽ സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന രീതിയിൽ വലിയ പ്രതീക്ഷ പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നു. അതുപോലെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ജയറാം അഭിനയിക്കുന്ന ഒരു മലയാള സിനിമ കൂടിയാണ് ഓസ്ലർ. എന്നാൽ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സിനിമയ്ക്ക് പറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമ ഒരു ആവറേജ് അനുഭവമാണ് തന്നത്, അതും തിയേറ്ററിൽ നിന്നായതുകൊണ്ട് മാത്രം. ഈ സിനിമ OTTയിലെത്തുമ്പോൾ ആ ഒരു അനുഭവം പോലും നിങ്ങൾക്ക് കിട്ടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ എബ്രഹാം ഓസ്ലർ എന്ന കുറ്റാന്വേഷകൻ്റെ ജീവിതമാണ് സിനിമ. എബ്രഹാം ഓസ്ലറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് സിനിമ ആരംഭിക്കുന്നത്. അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അതുകൊണ്ട് ഇപ്പോൾ അയാൾ നേരിടുന്ന ചില അവസ്ഥകളും സിനിമ കാണിക്കുന്നു. അതിനുശേഷമാണ് അയാൾ ഒരു കേസ് ഏറ്റെടുക്കുകയും അതിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എന്നാൽ ഓസ്ലർ എന്ന കഥാപാത്രത്തിന് തുടക്കത്തിൽ കാണിച്ച അയാളുടെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും സിനിമയുടെ ഇടയിൽ വെച്ച് സിനിമ ഉപേക്ഷിക്കുന്നു. ആ കഥാപാത്രത്തെ പൂർണ്ണമായും ബിൽഡ് ചെയ്ത് അവസാനം വരെ കൊണ്ടുപോകാൻ സിനിമയ്ക്ക് പറ്റിയിട്ടില്ല എന്ന് വേണം കരുതാൻ. സിനിമയുടെ സ്ക്രിപ്റ്റ് വളരെയധികം വീക്ക്. സിനിമയിലെ കുറ്റാന്വേഷണ വഴികളും ട്വിസ്റ്റുകളുമെല്ലാം മുമ്പ് കണ്ട സിനിമകളെ പലതിനെയും ഓർമ്മിപ്പിച്ചു. അതുപോലെ തന്നെ പല ട്വിസ്റ്റുകളും ബാലിശമായി തോന്നി. ചിലതിനൊന്നും ഒരു ലോജിക്കുമില്ലാതെ കുത്തിത്തിരികിയ പോലെയും അനുഭവപ്പെട്ടായിരുന്നു. എന്നുവെച്ച് സിനിമ വളരെ മോശം ത്രില്ലറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ചിലയിടങ്ങളിൽ നമ്മളെ സിനിമ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട്. എന്നാൽ ഒരു ടോട്ടാലിറ്റിയിൽ സിനിമയ്ക്ക് നല്ലൊരു ത്രില്ലറാവാൻ സാധിച്ചിട്ടില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് പോയത്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ വരുന്ന ഫ്ലാഷ് ബാക്ക് സീനുകളും തുടർന്നുള്ള രംഗങ്ങളും ഒട്ടും വർക്കായതായി തോന്നിയില്ല. പ്രധാനമായും ഫ്ലാഷ് ബാക്ക്, അതിൻ്റെ ലെങ്ത്ത് ഒരുപാട് വർദ്ധിച്ചതായി തോന്നി. അത് സിനിമയ്ക്ക് അത്ര ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നിയില്ല. സാധാരണ ത്രില്ലറുകളുടെ ക്ലൈമാക്സുകൾ എപ്പോഴും സംസാരിക്കപ്പെടുന്ന ഒന്നായി മാറാറുണ്ട്. എന്നാൽ ഓസ്ലറിൽ അത്തരത്തിലുള്ളൊരു ക്ലൈമാക്സ് ഇല്ല എന്നുള്ളതും സിനിമയുടെ വലിയൊരു പോരായ്മയാണ്. പിന്നെ സിനിമയിൽ ഒരു കാമിയോ അപ്പിയറൻസ് ഉണ്ട്. ആ കാമിയോ കഥാപാത്രവും വേണ്ട രീതിയിൽ എഴുതപ്പെടാതെ പോയി എന്നാണ് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങൾക്ക് ക്രൈം ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണെങ്കിൽ വൺ ടൈം വാച്ചബിളാണ് ഈ സിനിമ. അമിത പ്രതീക്ഷയോടെ പോയാൽ നിരാശയായിരിക്കും. അടുത്ത റിവ്യൂമായി വീണ്ടും കാണാം.